കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രമേയമാക്കിയുള്ള സിനിമയ്ക്കെതിരെ പ്രതി അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കാലം പറഞ്ഞ കഥ എന്ന പേരിലുള്ള സിനിമയ്ക്കെതിരെയാണ് കൂട്ടക്കൊല കേസിലെ പ്രതിയായ അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഹൈക്കോടതിയെ സമീപിച്ചത്. സിനിമയുടെ റിലീസ് തടയണമെന്നാണ് ആവശ്യം. ഞങ്ങളുടെ ജീവിതമാണിതെന്നും കൂട്ടക്കൊല ഇതിവൃത്തമാക്കി സിനിമയെടുക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും അഫ്ഫാന്റെ പിതാവ് പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തതാണ് അന്ന് സംഭവിച്ചതെങ്കിലും അത് ഞങ്ങളുടെ ജീവിതമാണ്. അത് ഏതു തരത്തിലാണ് സിനിമയായതെന്നറിയില്ല. സിനിമ കാണുകയോ അണിയറ പ്രവർത്തകർ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. സാമൂഹിക മാധ്യമം വഴിയാണ് വിവരമറിഞ്ഞത്. കഥാപാത്രങ്ങളുടെ പേരുകളും പശ്ചാത്തലം മാത്രമാണ് മാറ്റമെന്നാണ് കേട്ടത്. കൂട്ടക്കൊലപാതകത്തിന്റെ കേസും വിചാരണയും ഒക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഈ ഘട്ടത്തിൽ റിലീസ് ചെയ്യരുതെന്നും അഫ്ഫാന്റെ പിതാവ് പറഞ്ഞു. കുടുംബത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതടക്കം കേസിനെ ബാധിക്കുമെന്നാണ് അഫ്ഫാന്റെ പിതാവിന്റെ വാദം. കൂട്ടക്കൊലപാതകത്തിന് ശേഷം നാട്ടിൽ നിന്ന് പോയ അബ്ദുൾ റഹീമും ഭാര്യയും മറ്റൊരു ജില്ലയിലാണ് കഴിയുന്നത്. അമിത പലിശയാണ് കുടുംബത്തെ ഈ വിധത്തിലാക്കിയതെന്നും പലിശക്കാർ നിരന്തരം ഭീഷണി തുടരുകയാണെന്നുമാണ് റഹീം പറയുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ വിചാരണ പൂർത്തിയായിട്ടില്ല എന്നും വിചാരണയ്ക്ക് മുൻപ് സിനിമ റിലീസ് ചെയ്യുന്നത് കേസിനെ ബാധിക്കുമെന്നുമാണ് ഹർജിയിലെ വാദം. വെഞ്ഞാറമൂട് കൊലപാതകം ആസ്പദമാക്കിയാണ് സിനിമയെന്നും ഇതിപ്പോൾ റിലീസ് ചെയ്യുന്നത് മാധ്യമ വിചാരണയ്ക്ക് കാരണമാകുമെന്നും കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സിനിമയുടെ പേരിൽ കുടുംബത്തെ സാമൂഹിക മാധ്യമം വഴി ആക്ഷേപിക്കുകയാണെന്നും വിചാരണ കഴിയുന്നതുവരെ സിനിമ റിലീസ് ചെയ്യുന്നത് തടയണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. പ്രസാദ് നൂർനാട് സംവിധാനം ചെയ്ത കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി കഥയെഴുതി നിർമ്മിക്കുന്ന ചിത്രം ഫെബ്രുവരി 6-നാണ് റിലീസ് ചെയ്യുന്നത്. അതേസമയം കാലം പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധമില്ല എന്നും കേരളത്തിൽ നടന്ന പല സംഭവങ്ങളെ കോർത്തിണക്കിയാണ് സിനിമയെന്നും സംവിധായകൻ പ്രസാദ് നൂർനാട് പറഞ്ഞു. ലഹരി വസ്തുക്കളുടെ വ്യാപനം അടക്കം സിനിമയിലുണ്ട്. ഇക്കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ഫെബ്രുവരി 6-നാണ് സിനിമയുടെ റിലീസ് നിശ്ചയിച്ചതെന്നും പ്രസാദ് നൂർനാട് പറഞ്ഞു. സഹോദരനും കാമുകിയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫ്ഫാൻ നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയാണ്. 2025 ഫെബ്രുവരി 24-നാണ് കൊലപാതക പരമ്പര അരങ്ങേറിയത്. വിചാരണ തടവിലിരിക്കെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച അഫ്ഫാനെ ദിവസങ്ങളോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ, പിതൃമാതാവ് സൽമാ ബീവി എന്നിവരെയാണ് അഫ്ഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്.